ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് നാളിന് ശേഷമാണല്ലേ നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പൊ എല്ലാവരുടെയും പഠനമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നമ്മൾ ഇന്ന് ഇഗ്നോയിലെ കുട്ടികളുടെ ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം BHIC 107 നമ്മൾ ടോപ്പിക്ക് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലെ ചാപ്റ്റർ 6 ആണ് നമുക്കിന്ന് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പൊ യൂണിറ്റ് 6ന്റെ പേരെന്താണ്? വിജയനഗര എക്സ്പാൻഷൻ ആൻഡ് കൺസോൾട്ടേഷൻ. ഇതിലും പതിവ് പോലെ 5 ക്വസ്റ്റ്യൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നും പറയുന്നത് പോലെ പഠനത്തെ നമ്മൾ ഭയമില്ലാതെ സമീപിക്കുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഡിഗ്രി നിങ്ങൾക്ക് കൈവശമാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്തായിരുന്നു? വിജയനഗര എക്സ്പാൻഷൻ ആൻഡ് കൺസോൾട്ടേഷൻ, BHIC 107. ഈ പാഠഭാഗത്തില് നമുക്ക് ഓൾറെഡി അറിയാന്നുള്ള ഒരു പേഴ്സൺ ഉണ്ട്. എല്ലാവർക്കും അറിയാന്നുള്ള കുഞ്ഞു ക്ലാസ് തൊട്ടേ നമ്മൾ പഠിക്കുന്ന ഒരാളാണ് കൃഷ്ണദേവരായർ എന്ന് പറയും അല്ലെ. വിജയനഗര സാമ്രാജ്യം അത് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ വ്യക്തി എന്ന് പറയുന്നതും ഹംപി, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു മൂവിയൊക്കെയാണ് അല്ലെ. അതില് നമുക്കറിയാം ആനന്ദം എന്നുള്ള മൂവിയിൽ നമുക്ക് അതിന്റെ ആ കൃത്യമായിട്ടുള്ള ആ ഒരു പ്ലേസും അതുപോലെ തന്നെ ആ എന്താണ് സ്ഥലങ്ങളൊക്കെ നമുക്ക് വൃത്തിയായിട്ട് കാണിക്കാനായിട്ട് ആ ഒരു സിനിമ ചെയ്തവർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ കുറെ ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതുപോലെ ആ ഒരു സിനിമ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, പക്ഷെ എങ്കിരുന്നത് പോലും ആ ഒരു ഇതിൽ നിങ്ങൾ അതിൽ കണ്ടിട്ടുണ്ട്. അതിന്റെ വാസ്തുവിദ്യ, അതിൽ പോലെയുള്ള അതിലെ കെട്ടിടങ്ങളൊക്കെ നമ്മൾ ആ ഒരു ക്ഷേത്രങ്ങൾ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറെ അറിവ് നമുക്ക് തരുന്നതാണ്. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു പാഠമാണ് നിങ്ങൾക്ക് ഇന്ന് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പൊ ഇതിൽ നമുക്ക് 5 ക്വസ്റ്റ്യൻ വരുന്നത്, ഒന്ന് നമ്മൾ കൃഷ്ണദേവരായരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. 2 അതിൽ എന്താണ് കിങ്ഷിപ്പ്, അതുപോലെ അവരുടെ രീതികൾ, രാജാവ് എങ്ങനെയാണ് ഭരണ അഡ്മിനിസ്ട്രേഷൻ ഹാൻഡിൽ ചെയ്തത്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതുപോലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ റോൾ ഓഫ് ധർമ്മ അല്ലെ, ബ്രാഹ്മിൻസിന്റെ ധർമ്മ ആ ഒരു കാര്യങ്ങൾ എങ്ങനെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നേരം ഉണ്ടായിരുന്ന ഒരു എന്താണ് ആ വേർഡുകൾ, അതായത് ഓരോരുത്തർക്കും ഓരോ, നമുക്കറിയാം വസീർ, ദിവാൻ എന്നൊക്കെ പറഞ്ഞ് ഓരോ വേർഡ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സാമറിൻ, അതുപോലെ നായക്, ഇതൊക്കെ അതിന്റെയൊക്കെ എന്താണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഒരു 5 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. നമുക്ക് വൈകിപ്പിക്കേണ്ട, ക്ലാസ്സിലോട്ട് പോവാം. ഫസ്റ്റ് എന്ന് പറയുന്നത് കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് വിജയനഗര സാമ്രാജ്യമാണ് അല്ലെ. വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായർ ഒരുപാട് എന്താണ് നല്ല കാര്യങ്ങൾ തന്റെ അഡ്മിനിസ്ട്രേഷനിൽ കൊണ്ടുവന്ന വ്യക്തിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത രീതിയിൽ തന്റെ ഭരണത്തെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ആർക്ക് സാധിച്ചു? നമ്മുടെ കൃഷ്ണദേവരായർക്ക് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ തലസ്ഥാനം, അതുപോലെ തന്നെ അയാളുടെ പ്രജകളുടെ ക്ഷേമത്തിനും വെൽഫെയറിനും വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പ്രവർത്തിച്ച വ്യക്തിയാണ്. നമുക്കറിയാം ഇവിടെ ബാമിനി കിങ്ഡം തകർന്നതിന് ശേഷമാണ് നമ്മുടെ ഏത് വന്നത്? വിജയനഗര സാമ്രാജ്യം ഉദയം പ്രാപിച്ചത്. ബാമിനി കിങ്ഡത്തിന്റെ പതനം സംഭവിച്ചതിന് ശേഷമാണ് അല്ലെ. അതിന്റെ പതനം സംഭവിച്ചതിന് ശേഷമാണ് നമുക്ക് ഏത് വന്നത്? നമ്മുടെ വിജയനഗര സാമ്രാജ്യം എന്ത് ചെയ്തത്? ഒറിജിൻ ചെയ്തത്. ഓക്കെ, അപ്പൊ ആ സമയത്ത് നമുക്ക് പറയുന്നു വിജയനഗര സാമ്രാജ്യം ഏറ്റവും പ്രമുഖനായ ഒരു ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ എന്നും. ഈ കാലയളവിൽ ബാമിനികളുടെ ശക്തി എന്ത് ചെയ്തു? ടോട്ടലി ക്ഷയിച്ചു അല്ലെ, അവരുടെ ഡിക്ലൈൻ ചെയ്തു. ബാമിനി കിങ്ഡം ഡിക്ലൈൻ ഇൻ എമർജൻസ് ഓഫ് ഏതാണ്? നമ്മുടെ വിജയനഗര എംപയർ. അപ്പൊ ആ സമയത്താണ് എന്ത് ചെയ്തത്? നമ്മുടെ വിജയനഗര സാമ്രാജ്യം മുന്നോട്ട് വരിക. നമുക്കറിയാം ഒരു ഓട്ട മത്സരമായാലും ഒരാള് തോറ്റാൽ മാത്രമേ പുറകിൽ നിന്ന് വരുന്ന ഒരാൾ എന്ത് ചെയ്യും? വിൻ ചെയ്യുള്ളൂ അല്ലെ. അതുപോലെ ഇവിടെ എന്താണ്? ബാമിനി കിങ്ഡം അതുവരെ നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന ഒരു കിങ്ഡം ആയിരുന്നു. അത് എന്ത് ചെയ്തു? നശിച്ചതിന് ശേഷമാണ് ആര് വരുന്നത്? കൃഷ്ണദേവരായരുടെ നമ്മുടെ വിജയനഗര സാമ്രാജ്യം ഉയർന്നു വരുന്നത്. ഓക്കെ, 5 രാജ്യങ്ങളുടെ ഉദയത്തിലേക്കാണ് എന്ത് ചെയ്തത്? നയിച്ചത്. ഈ സമയത്ത് 5 രാജ്യങ്ങൾ, അത് നിങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. 5 രാജ്യങ്ങളുടെ ഉദയം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? അഹമ്മദ് നഗറിലെ നിസാം ഷാഹികൾ, ബിജാപൂരിലെ ആദിൽ ഷാഹികൾ, ബെരാറിലെ ഇമാദ് ഷാഹികൾ, ഗോൾക്കൊണ്ടയിലെ ഔട്ട് ഷാഹികൾ, ബാമിനി സാമ്രാജ്യത്തിന്റെ എന്താണ് അവശിഷ്ട ഷാഹികൾ. ഇങ്ങനെയുള്ള ബാമിനി സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ നിദ്വാറിലെ ഭാരതി ഷാഹികൾ. ഇങ്ങനെ കുറച്ച് ഷാഹികളാണ് പേരുകൾ. ജസ്റ്റ് ഒന്ന് അറിവിലത്തേക്ക് മാത്രം പറഞ്ഞതാണ്. ഒന്നുകൂടെ ഞാൻ വായിച്ചു പറഞ്ഞുതരാം. അഹമ്മദാബാദിലെ എന്താണ്? നിസാം ഷാഹികൾ, ബിജാപൂരിലെ ആദിൽ ഷാഹികൾ, ബെരാറിലെ ഇമാദ് ഷാഹികൾ, ഗോൾക്കൊണ്ട, സ്ഥലപ്പേരുകളൊന്നും മനസ്സിലാക്കുക. ഗോൾക്കൊണ്ടയിലെ ഔട്ട് ഷാഹികൾ, ബാമിനി സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ നിദ്വാറിലെ ഭാരത് ഷാഹികൾ, ബിജാപൂരിലെ ഇങ്ങനെയുള്ള കുറച്ച് ആദിൽ ഷാഹികൾ. ഇങ്ങനെയുള്ള കുറെ എന്താണ് ഒരു കിങ്ഡത്തിൽ നിന്നാണ് വരുന്നത് ഇല്ലേ. ഇവിടെ പറഞ്ഞ ബിജാപൂരിലെ ആദിൽ ഷാഹികളിൽ നിന്ന് ഗോൾക്കൊണ്ടയും അതുപോലെ തന്നെ എന്താണ് മറ്റ് രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളെല്ലാം എന്ത് ചെയ്തു? കൃഷ്ണദേവരായർ എന്ത് ചെയ്തു? പിടിച്ചെടുത്തു. അപ്പൊ ഈ പ്ലേസുകൾ വേറൊന്നുമല്ല, ഇത് പറയാൻ കാരണം എന്താണ്? ഈ പ്ലേസുകളെല്ലാം എന്ത് ചെയ്തു? കൃഷ്ണദേവരായർ പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്.
പിന്നെ എന്താണ് ഉദയനഗറിലെ നൽകൊണ്ട എന്ന് പറഞ്ഞ സ്ഥലം ഇന്ന് എവിടെയാണ്, ഏത് സ്റ്റേറ്റിലാണ്, ആന്ധ്രാപ്രദേശിലാണ് എന്നിവയും കൃഷ്ണദേവരായർ എന്ത് ചെയ്തു, പിടിച്ചു. തെലുങ്കാനയും വാറങ്കലും ഗജപതികളിൽ നിന്ന് പിടിച്ചെടുത്തു. അപ്പൊ ഇങ്ങനെ പല സ്ഥലങ്ങളിലുള്ള എന്താണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഭരണാധികാരികളിൽ നിന്ന് പിടിച്ചെടുക്കാനായിട്ട് ആർക്ക് സാധിച്ചു, കൃഷ്ണദേവരായർ. ഇത് നമ്മൾ പറയാൻ കാരണം എന്താണ്, അത്രയും എന്തായിരുന്നു കഴിവുറ്റ ഭരണാധികാരിയായിരുന്നു. തന്റെ രാജ്യത്തെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഉയർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുകയും തന്റെ രാജ്യത്തിന്റെ സാമ്രാജ്യത്വം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിശാലതയിലോട്ട് പോകാൻ വേണ്ടി ഒരുപാട് സാമ്രാജ്യത്തെ എന്ത് ചെയ്തു, ആക്രമിച്ചുകൊണ്ട് തന്റെ രാജ്യത്തെ വിസ്തൃതി എന്ത് ചെയ്തു, വർദ്ധിപ്പിച്ചു. ഓക്കെ, ഇത് ആരാ ചെയ്തത്, നമ്മുടെ കൃഷ്ണദേവരായരാണ് ചെയ്തത്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം ഇവിടെ പറയുന്നുണ്ട് 1510 അല്ലെങ്കിൽ 1510 ആയപ്പോഴേക്കും ഇന്ത്യൻ ജലാശയങ്ങളിൽ ശക്തമായ ഒരു ശക്തിയായി പോർച്ചുഗീസുകാർ ഉയർന്നു. നമുക്കറിയാം വാസ്കോ ഡ ഗാമ, അൽബുക്കർക്ക്, അൽമേഡ അങ്ങനെയുള്ള ഒരുപാട് എന്താണ് പോർച്ചുഗീസുകാർ നമ്മുടെ ഇവിടേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് 1510 ആയപ്പോഴേക്കും എന്താ സംഭവിച്ചത്, പോർച്ചുഗീസുകാർ ജലാശയങ്ങളിലൂടെയുള്ള ഒരു വൻ ശക്തി, ഒരു പ്രബല ശക്തിയായിട്ട് എന്ത് ചെയ്യുകയാണ്, മാറുകയാണ്. നമ്മുടെ ഒരു രാജ്യത്തിന്റെ ഇരു കരകളിലെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എല്ലാ മേഖലകളിലും ആര് വരികയാണ്, പോർച്ചുഗീസുകാർ ഒരു വൻ ശക്തിയായിട്ട് മാറുകയാണ്. അവരുടെ അധിനിവേശം ഗോവ അല്ലെ, കാരക്കൽ, മാഹി ഇതെല്ലാം അവർ എന്ത് ചെയ്ത് പിടിച്ചെടുത്ത് വരുന്ന സമയത്താണ്. ആ ഗോവയുടെ അധിനിവേശവും അതുപോലെ തന്നെ ദണ്ഡദൗരവിന്റെയും ധാതുവിന്റെയും കൈയടക്കവും കുതിരക്കച്ചവടത്തിൽ അവർക്ക് എന്ത് ചെയ്തു, കുത്തക നേടിക്കൊടുത്തു. ഇവർ ഏറ്റവും കൂടുതൽ പോർച്ചുഗീസുകാർ ഇമ്പോർട്ടൻസ് ചെയ്തത് ഏതിനു വേണ്ടിയിട്ടാണ്, കുതിരക്കച്ചവടത്തിന് എന്ത് ചെയ്തു, പ്രയോറിറ്റി കൊടുത്തു. കാരണം ഗോവ ഡെക്കാൻ സംസ്ഥാനങ്ങളുടെ കുതിരക്കച്ചവടത്തിന്റെ കേന്ദ്രമായിരുന്നു. അപ്പൊ ഗോവ എന്ന് പറയുന്ന ഒരു പ്ലേസ് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു, ഹോഴ്സ് അല്ലെ, ഹോഴ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, നമ്മുടെ കുതിര എന്തിനാണ് ഉപയോഗിക്കുന്നത്, നമുക്കറിയാം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് എന്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്, ആൾക്കാരെ പാസഞ്ചേഴ്സിനെ കൊണ്ടെത്തിക്കാനും. അതുപോലെ പണ്ട് കൊറിയർ ഒക്കെ ഉപയോഗിച്ചിരുന്നത് ഏതിൽ നിന്നാണ്, നമ്മുടെ ചെങ്കിസ് ഖാൻ ആ ഒരു പ്ലേസിലൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും എങ്ങനെയാണ് ഒരു കുതിരകളുടെ പുറത്ത് എന്ത് ചെയ്തു, ഇല്ലൻറ്റും അതുപോലെ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു വച്ച് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ഏർപ്പാട് ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എന്താണ്, ഗോവ എന്ന് പറയുന്നത് എന്താണ്, ഡെക്കാൻ സംസ്ഥാനങ്ങളുടെ കുതിര കച്ചവടത്തിന്റെ ഒരു കേന്ദ്രമായിരുന്നു. കൃഷ്ണദേവരായർ എന്ത് ചെയ്തു, പോർച്ചുഗീസുകാരുമായി ബന്ധം പുലർത്തി. മറ്റ് വൈദേശിക ആൾക്കാരുമായിട്ട് എന്ത് ചെയ്തു, ബന്ധം പുലർത്താനായിട്ട് ആർക്ക് കഴിഞ്ഞു, കൃഷ്ണദേവരായർക്ക് കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കൃഷ്ണദേവരായർക്ക് മറ്റ് വിദേശ ശക്തികൾ, അതായത് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ അങ്ങനെ കുറെ വിദേശ ശക്തികൾ നമ്മുടെ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അതില് പോർച്ചുഗീസുകാരുമായിട്ട് ബന്ധം പുലർത്താനായിട്ട് ആർക്ക് കഴിഞ്ഞു, നമ്മുടെ കൃഷ്ണദേവരായർക്ക് കഴിയുകയുണ്ടായി. അത് കഴിഞ്ഞ ശേഷം എന്താ പറഞ്ഞ, അൽബുക്കർക്കിന്റെ അഭ്യർത്ഥന പ്രകാരം കൃഷ്ണദേവരായർ ഭട്കൽ ഒരു കോട്ട പണിയാനായിട്ട് അനുമതി നൽകി. അപ്പൊ അൽബുക്കർക്ക് എന്ന് പറഞ്ഞാൽ ആരാണ്, പോർച്ചുഗീസിൽ ഉണ്ടായിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു അൽബുക്കർക്കിന്റെ ആ ഒരു അഭ്യർത്ഥനയിൽ ഒരു കോട്ട പണിയാനായിട്ട് ആര് സമ്മതം മൂളേണ്ടതായിട്ട് വന്നു, കൃഷ്ണദേവരായർ പറഞ്ഞു. അവരിവിടെ വരുന്നത് എന്തിനാണടാ, വിദേശികൾ ഇവിടേക്ക് വരുന്നത് എന്തിനാണ്, നമ്മളെ എന്ത് ചെയ്ത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഇവിടെ ട്രേഡ് എന്ത് ചെയ്യാനാണ്, ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ട്രേഡ് എന്ത് ചെയ്യണം, ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിദേശികൾ ഇവിടേക്ക് എന്ത് ചെയ്തത്, എക്സ്കവേഷൻ എന്നും ഒക്കെ പറഞ്ഞ് ഇവിടേക്ക് വന്നത്. ഇവർ വന്ന ഉടനെ എന്താ ചെയ്തത്, നമ്മുടെ ഭരണാധികാരികളെ അവരുടെ കൈവശം പെടുത്തി അല്ലെ. അവർ പറയുമ്പോൾ ചലിക്കുന്ന പാവകളാക്കി ആരെ മാറ്റിയെടുത്തു, നമ്മുടെ ഭരണാധികാരികൾ. കോഴിക്കോടിലെ സാമൂതിരി, അതുപോലെയുള്ള കണ്ണൂരിലുള്ള എല്ലാവരും എന്ത് ചെയ്തു, അവർ അങ്ങനെ മാറ്റിയെടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെ സംഭവിച്ചപ്പോ ഇവിടെ എന്താ ചെയ്തത്, കൃഷ്ണദേവരായർക്ക് ഒരു അഭിപ്രായം കൊടുക്കുകയാണ്, ഭട്കലിൽ എന്ത് ചെയ്യാൻ, ഒരു കോട്ട നിർമ്മിക്കാനായിട്ട് അനുമതി എന്ത് ചെയ്തു, നൽകി. കൃഷ്ണദേവരായർ വിജയത്തിൽ പോർച്ചുഗീസുകാർ പട്ടാളക്കാരൊക്കെ എന്ത് ചെയ്തു, കാരണം പോർച്ചുഗീസുകാരെ കൂടെ കൂട്ടിയതിന്റെ കാരണം എന്താണ്, പോർച്ചുഗീസുകാർ കൂടെ നിൽക്കുമ്പോൾ നമ്മുടെ കൃഷ്ണദേവരായർക്ക് എന്ത് ചെയ്തു, തന്റെ സാമ്രാജ്യം കുറച്ചുകൂടി എന്ത് ചെയ്യാൻ പറ്റുന്നു, വൈഡ് ആക്കാനായിട്ട് സാധിക്കുന്നു. അതിനൊരു ഒരു ഏജന്റ് ആയിട്ട് അല്ലെങ്കിൽ അതിനൊരു സഹായിയായിട്ട് ആര് നിലകൊള്ളുന്നു, നമ്മുടെ പോർച്ചുഗീസുകാർ നിലകൊള്ളുന്നു. മനസ്സിലാവുന്നുണ്ടോ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, എന്താണ് ഇവിടെ പറഞ്ഞത്, കൃഷ്ണദേവരായരെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. എന്താണ് കൃഷ്ണദേവരായരുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, കൃഷ്ണദേവരായർ എങ്ങനെയായിരുന്നു, കഴിവുറ്റ ഭരണാധികാരിയായിരുന്നു അല്ലെ. തന്റെ രാജ്യത്തിന്റെ അതിർത്തി വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളെ എന്ത് ചെയ്തു, ആക്രമിക്കുകയും പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തു. കൂടാതെ അത് മാത്രമാണോ, അല്ല, തന്റെ രാജ്യത്തിന്റെ വിസ്തൃതി എന്ത് ചെയ്തു, വർദ്ധിപ്പിക്കുകയും രാജ്യത്തിൽ എന്ത് ചെയ്യുകയാണ്, ഒരുപാട് നല്ല കാര്യങ്ങൾ എന്ത് ചെയ്തു, ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണ്. 1510 ആയപ്പോഴേക്ക് ആര് വരികയാണ് ഇവിടേക്ക്, പോർച്ചുഗീസുകാർ ജലാശയത്തിൽ എന്തായി മാറുകയാണ്, ഒരു പ്രധാനപ്പെട്ട വൻ ശക്തിയായിട്ട് മാറുകയാണ് അല്ലെ. ഇവിടെ ഒരുപാട് ശക്തി ആയിട്ട് ആര് മാറുന്നു, പോർച്ചുഗീസുകാർ മാറുന്ന സമയത്ത് ഇവിടെ എന്തായി മാറുന്നു, ഒരു പോർച്ചുഗീസിന്റെ അധിനിവേശം ഉടലെടുത്തു
അല്ലെ? ആ സമയത്ത് കൃഷ്ണദേവരായരെയും അവരെന്ത് ചെയ്തു? സ്വാധീനിച്ചു, ഇൻഫ്ലുവൻസ്ഡ് അല്ലെ? ഇൻഫ്ലുവൻസ് ചെയ്യുകയും പോർച്ചുഗീസുകാർക്ക് എന്ത് ചെയ്തു? ഫട്കലില് ഒരു കോട്ട പണിയാനായിട്ട് അനുമതി ആര് കൊടുക്കുകയാണ്? കൃഷ്ണദേവരായർ എന്ത് ചെയ്തു? കൊടുക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ കൃഷ്ണദേവരായരെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ള ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് അണ്ടർ ദ വിജയനഗര എംപയർ. എന്താണ്? റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് എവിടത്തെയാണ്? വിജയനഗര എംപയറില് മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള ഘടകങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുക എന്നതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതിലെങ്ങനെയാണ്? റിച്വൽ കിങ്ഷിപ്പ് ആണ്. അവരെങ്ങനെയാണ്, എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്? ധർമ്മ അല്ലെ? ധർമ്മയ്ക്ക് എന്ത് ചെയ്തു? പ്രാധാന്യം കൊടുത്തു. ധർമ്മം കർശനമായിട്ട് എന്ത് ചെയ്യുക? പാലിക്കുക എന്നതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ധർമ്മത്തിന് എന്ത് ചെയ്തു? പ്രൊമോട്ട് ചെയ്തു. ധർമ്മത്തെ പ്രാധാന്യം കൊടുക്കുകയാണ്. പിന്നെ എന്താണ്? വിജയനഗര ഭരണാധികാരികൾക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ഹിന്ദു ഭരണാധികാരികൾക്കെതിരെയാണ് ഇവർക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നത്. അതായത് ഇവിടെ പറയുന്നുണ്ട് ഹിന്ദു ഭരണാധികാരികൾക്കെതിരെയാണ് വിജയനഗര ഭരണാധികാരികൾ യുദ്ധം ചെയ്തത്. ഉദാഹരണത്തിന് ഒഡീഷയിലെ ഗജപതികൾ വിജയനഗര സൈന്യത്തിലെ ഏറ്റവും തന്ത്രപരമായി സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന സംഘങ്ങൾ മുസ്ലിം കമാൻഡർമാരുടെ കീഴിലായിരുന്നു. അപ്പൊ ഇവർക്ക് ഒരു ഹിന്ദു വൈദേശിക ആക്രമണമാണ് കൂടുതലായിട്ട് ഇവർക്ക് നേരിടേണ്ടതായിട്ട് വന്നത്. ദേവരായർ എന്താണ്? രണ്ടാമൻ രാജാവാണ് മുസ്ലിം വില്ലാളികളെ നിയോഗിച്ചത്. ഹിന്ദു എതിരാളികൾക്കെതിരെ വിജയനഗരത്തിന്റെ വിജയത്തിൽ ഈ മുസ്ലിം സംഘങ്ങൾ പ്രധാന പങ്ക് വഹിച്ചു. ഇവിടെ പറയുന്നത് എന്താണ്? ദേവരായ രണ്ടാമൻ രാജാവാണ് മുസ്ലിം വില്ലാളികളെ നിയോഗിച്ചത്. എന്താണ് ഇവിടെ പറയുന്നത്? മുസ്ലിം വില്ലാളികളെ നിയോഗിച്ചത് ആരാണ്? ദേവരായ രണ്ടാമനാണ്. ഹിന്ദു എതിരാളികൾക്കെതിരെയായ വിജയത്തിൽ മുസ്ലിം സംഘങ്ങൾ വളരെയധികം പങ്ക് വഹിക്കുകയാണ്. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? ഹിന്ദുക്കളുമായിട്ടാണ് ഇവർ എന്ത് ചെയ്തത്? കൂടുതലായിട്ട് അറ്റാക്ക് നടത്തിയിട്ടുള്ളത്. അപ്പൊ കൂടെ സഹായിക്കാൻ ആര് വന്നു? മറ്റു മതത്തിലുണ്ടായിരുന്ന മുസ്ലിം മതത്തിലുണ്ടായിരുന്ന വ്യക്തികൾ ഇവരെ എന്ത് ചെയ്തു? സഹായിക്കാനായിട്ട് വന്നു. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ എന്താ പറഞ്ഞത്? വിജയനഗര ഭരണാധികാരികളുടെ വിജയകരമായ സൈനിക പ്രവർത്തികളൊക്കെ എന്ത് ചെയ്തു? അവരെ വളരെയധികം എന്ത് ചെയ്തു? സ്വാധീനിച്ചു. അല്ലെ? ദിഗ്വിജയന്മാർ എന്ന പദവി എന്ത് നൽകി? ദിഗ്വിജയന്മാർ എന്ന് എന്താണ്? വിജയം കൈവരിച്ചവർ, പരാജയമില്ലാത്തവർ എന്നാണ് അർത്ഥം. ദിഗ്വിജയന്മാർ എന്ന പദവി സ്വീകരിക്കുന്നതിലേക്ക് എന്ത് ചെയ്തു? നയിച്ചു. പിന്നെ പറഞ്ഞ എന്താണ്? വിജയനഗര രാജ്യത്വം പ്രതീകാത്മകമായിരുന്നു. അതായത് അവരുടെ സാമ്രാജ്യം എന്ന് പറയുന്നത് തന്നെ എന്താണ്? വളരെ പെട്ടെന്ന് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമ്രാജ്യമായിരുന്നു. അത് പിൽക്കാലത്ത് എന്തായി? ഡിക്ലൈൻ ആയി. പക്ഷെ അതുവരെയുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. വിജയനഗര ഭരണാധികാരി അവരുടെ അധികാരത്തിന്റെ പ്രധാന കേന്ദ്രത്തിനപ്പുറമുള്ള ഒരു ഭരണാധികാരിയുടെ പ്രധാന എന്താണ്? അവരുടെ മേലധികാരികളായി നിയന്ത്രണം ചെലുത്തി എന്ന അർത്ഥത്തിൽ വിജയനഗര രാജ്യത്തും പ്രതീകാത്മകമായിരുന്നു. അതായത് വിജയനഗരത്തെ എപ്പോഴും എന്തായി മാറ്റി? ഒരു റോൾ മോഡൽ രീതിയിൽ. മനസ്സിലാവുന്നുണ്ടോ? വിജയനഗരത്തെ എന്താക്കി മാറ്റുന്ന അവരുടെ മേലധികാരികൾ എങ്ങനെയാണ് ഒരു റോൾ മോഡൽ രീതിയിൽ എന്ത് ചെയ്തു? കൊണ്ട് വന്നു. അവരുടെ ആചാരപരമായ രാജ്യത്വം ഏറ്റവും മികച്ച ഉദാഹരണം. രാജാവിനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയായിരുന്നു? ഏറ്റവും മികച്ച രീതിയിലായിരുന്നു രാജാവിനെ എന്ത് ചെയ്ത് ചൂസ് ചെയ്തിരുന്നത്? ആചാരപരമായിട്ട് അല്ലെ? ആചാരപരവും അതുപോലെ അനുഷ്ഠാനപരവുമായിട്ടാണ് അവർ എന്ത് ചെയ്തിരുന്നത്? രാജാക്കന്മാരെ നിയോഗിച്ചിരുന്നത്. എങ്ങനെയാണ്? ഉദാഹരണം ഇവിടെ പറഞ്ഞത് മഹാനവമി ഉത്സവത്തിനാണ് സെപ്റ്റംബർ 15-നും ഒക്ടോബറിനും ഇടയിൽ 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വാർഷിക രാജകീയ ചടങ്ങായിരുന്നു അവിടെ ഈ രാജവാഴ്ച എന്ന് പറയുന്നത്. അപ്പൊ സെപ്റ്റംബർ 15-നും ഒക്ടോബറിനും ഇടയിൽ എന്ത് ചെയ്യുന്നതാണ്? 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വാർഷിക ആചാര ചടങ്ങായിട്ട് എന്തിനെ മാറ്റി? അവരുടെ രാജകീയ വാഴ്ചയെ മാറ്റി. ഉത്സവത്തിന്റെ ആചാരപരമായ ചടങ്ങുകളിൽ പ്രധാനമായിട്ടും പങ്കുവച്ചത് ആര് തന്നെയാണ്? രാജാവാണ്. മനസ്സിലായോ? എന്താണ് ഇവിടെ പറഞ്ഞത്? രാജാക്കന്മാരുടെ റിലീജിയസ് ആണ്. ഏത് രാജ്യത്തിലെയാണ്? നമ്മുടെ വിജയനഗര എംപയറിലെ രാജാക്കന്മാരുടെ എന്താണ്? റിലീജിയനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാ ഇവിടെ പറഞ്ഞത്? വിജയനഗര ഭരണാധികാരികളെ രാജാക്കന്മാരെ എന്തെന്നാണ് അറിയപ്പെട്ടത്? വിജയകരമായ സൈനിക പ്രവർത്തികൾ അല്ലെ? അവര് എപ്പോഴും എന്താണ്? സന്നദ്ധരായിരുന്നു, സജ്ജരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ വിളിച്ചിരുന്ന പേരെന്താണ്? ദിഗ്വിജയന്മാർ എന്നറിയപ്പെട്ടു. ദിഗ്വിജയന്മാർ എന്നാണ് അറിയപ്പെട്ടു. ഈ പദവി സ്വീകരിക്കുന്നതിലൊക്കെ അവരെ നയിക്കുകയുണ്ടായി. വിജയനഗര രാജ്യത്വം എങ്ങനെയായിരുന്നു? പ്രതീകാത്മമായിരുന്നു. പ്രതീകാത്മം എന്ന് പറയുമ്പോൾ എന്താണ്? റോൾ മോഡൽ ആയിരുന്നു അല്ലെ? പ്രതീകാത്മമായിരുന്നു. പിന്നെന്താണ്? വിജയനഗര ഭരണാധികാരികൾ അവരുടെ അധികാരത്തിന്റെ പ്രധാന കേന്ദ്രത്തിനപ്പുറമുള്ള ഭരണാധികാരികൾ എങ്ങനെയാണ്? വിജയനഗര രാജ്യത്വം. ആ വിജയനഗര രാജ്യത്വം കൊടുക്കുന്ന ചടങ്ങിനെ എന്ത് വിളിച്ചു? എന്താണ്? മഹാനവമി അല്ലെ? മഹാനവമി എന്ന് പറഞ്ഞ ഒരു ചടങ്ങിലൂടെയാണ് അവർ എന്ത് ചെയ്ത്? രാജാക്കന്മാരെ ചൂസ് ചെയ്തിരുന്നത്. എങ്ങനെയായിരുന്നു ആ ചടങ്ങ്? എപ്പോഴാണ് നടന്നത്? സെപ്റ്റംബർ 15-നും ഒക്ടോബറിനും ഇടയിലാണ്. സെപ്റ്റംബർ 15-നും
ഒക്ടോബറിനും ഇടയിലാണ് എന്ത് ചടങ്ങ് നടന്നിരുന്നത്? മഹാനവമി എന്ന് പറയുന്ന ചടങ്ങ് നടന്നിരുന്നത്. ഓക്കെ, ഇത് എത്ര ദിവസം നീണ്ടു നിൽക്കുന്നു? 9 ദിവസം നീണ്ടു നിൽക്കുന്ന, അല്ലെ, 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങായിരുന്നു ഈ മഹാനവമി ചടങ്ങെന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഇവിടെ പറയുന്നത്? ഉത്സവത്തിൽ പ്രധാനമായിട്ടും അധ്യക്ഷൻ, അല്ലെ, നമുക്കറിയാം പള്ളിയിലാണെങ്കിൽ എന്തുണ്ട്? അച്ഛനുണ്ട്, അല്ലെങ്കിൽ മോസ്കിലാണെങ്കിൽ അവിടെ എന്താണ് പ്രവാചകന്മാരുണ്ട്, ടെമ്പിളിലാണെങ്കിൽ എന്താണ് നമ്മുടെ സ്വാമിമാരുണ്ട്. അപ്പൊ ഇതുപോലെ ഇവർക്ക് ഇവിടെ എന്താണ് ഈ ഉത്സവത്തിന്റെ കാർമ്മികത്വം അല്ലെങ്കിൽ അവിടെ എന്താണ് നേതൃത്വം വഹിച്ചത് ആരായിരുന്നു? രാജാവ് തന്നെയാണ്. രാജാവ് കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാമാണ്. അപ്പൊ അവിടെ അധ്യക്ഷം വഹിക്കുന്നതും അല്ലെങ്കിൽ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആര് തന്നെയാണ്? രാജാവ് തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? മഹാനവമി എപ്പോഴാണ് ആഘോഷിക്കുന്നത്? സെപ്റ്റംബർ 15-നും ഒക്ടോബറിനും ഇടയിലുള്ള 9 ദിവസങ്ങളിലാണ് നമ്മുടെ മഹാനവമി ആഘോഷിക്കുന്നത്. ക്ലിയർ? ഓക്കെ, ഇതാണ് അവരുടെ മതപരമായ ചടങ്ങ് അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളിൽ നമുക്ക് ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ റോൾ ഓഫ് ബ്രാഹ്മിൺസ്. പൊളിറ്റിക്കൽ റോൾസ് ഓഫ് ബ്രാഹ്മിൺസ്. അപ്പം ഇത് പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങളോടൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതായത് ക്ലാസ്സുകൾ എന്ത് ചെയ്യും? നമ്മൾ അപ്ലോഡ് ചെയ്യും. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യാനുള്ളത്? അത് പഠിക്കുക, അല്ലെ? ഇപ്പോ ഈ ഒരു ചാപ്റ്ററിൽ തന്നെയാണ് നമ്മുടെ വിജയനഗര കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ തന്നെ നമ്മൾ ഇവിടെ തരുന്നത് എന്താണ്? ഒരു 4-5 ക്വസ്റ്റ്യൻ മാത്രമാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് മതി. അത് നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. അല്ലാതെ എന്താണ് ടെൻഷൻ അടിച്ചിട്ട് അവസാന സമയത്ത് ഒന്നും മനസ്സിലായില്ല അല്ലെങ്കിൽ എന്താണെന്ന് ഒന്നും ക്ലിയർ അല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇരിക്കാതെ എപ്പോഴും എന്ത് ചെയ്യുക? മൈൻഡിനെ ഹാപ്പി ആയിട്ടിരിക്കുക. പഠിക്കാനുള്ള കാര്യങ്ങൾ വ്യക്തിയായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു പോവുക. ഓക്കെ, അല്ലാതെ അത് പിന്നത്തേക്ക് മാറ്റി വെക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ കുറച്ചുകൂടെ അത് എന്തായി മാറും? ബേർഡൻ ആയിട്ട് മാറും. ഒരു ഭാരം നിങ്ങൾക്ക് തന്നെ തോന്നും. ഇന്നത്തത് നാളത്തത് അങ്ങനെ ഒരു 2 ആഴ്ചത്തെ നോട്ടൊക്കെ കുന്നുകൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പുസ്തകം എടുക്കാനായിട്ട് തോന്നുകയില്ല, പഠിക്കാനും തോന്നില്ല. അതുകൊണ്ട് എന്താ ചെയ്യാനുള്ള? അന്നെന്നുള്ളത് അന്നന്ന് പഠിക്കുക. ഇത് എന്ന് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങളത് എത്രത്തോളം എത്ര പേര് സ്വീകാര്യമാക്കി എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എങ്കിലും പറയുന്നു, അന്നുള്ള കാര്യം എന്ത് ചെയ്യുക? അന്ന് തന്നെ പഠിക്കുക. അല്ല എങ്കിൽ നമുക്കത് എന്തായി മാറും? പഠനത്തെ നമ്മൾ തന്നെ വെറുക്കുന്ന ഒരു അവസ്ഥയിലോട്ട് മാറും. അതുകൊണ്ട് ചെയ്യാനുള്ളത് ഇഗ്നോ കുട്ടികളാണ്, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളോട് സ്നേഹത്തോട് പറയുവാണ്, അന്നുള്ള കാര്യങ്ങൾ അന്നന്ന് പഠിച്ചു പോവുക. കൂടിപ്പോയാൽ വായിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ അത് പഠിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിനൊന്ന് വായിക്കാനെങ്കിലും ശ്രമിക്കുക. ഇനി അതും കഴിഞ്ഞില്ല എങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണെങ്കിൽ ഒന്ന് എഴുതിയെങ്കിലും നോക്കുക. ഇത്രയെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം ഒക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ജയിക്കാൻ കഴിയും. അതുപോലെ ഒരു ഡിഗ്രിക്കാരനോ അല്ലെങ്കിൽ ഡിഗ്രിക്കാരിയായിട്ട് മാറാനായിട്ട് നമുക്ക് കഴിയും. ഒരു ഗ്രാജുവേറ്റ് ആകുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എഫോർട്ട് എടുത്താൽ മാത്രമേ നമുക്കൊരു ഗ്രാജുവേറ്റ് ആകാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യാനുള്ളത് ഇത്ര മാത്രം. തരുന്ന നോട്ടുകള്, തരുന്ന ക്ലാസ്സുകൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. അത് ചിലപ്പോൾ ഇച്ചിരി വൈഡായ ക്ലാസ് ആയിരിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? സ്പീഡ് കൂട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് എന്ത് കേൾക്കാം, ഇല്ലേ? സ്പീഡ് കൂട്ടി വെച്ചിട്ട് കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ജോലികൾ എന്തോ ആവട്ടെ, ഇനി എന്ത് ചില വർക്ക് ചെയ്യുന്നവരായിരിക്കും, എന്തോ ആവട്ടെ, അതിന്റെ ഇടയിൽ കൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കാണാനും കഴിയും. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാനായിട്ട് സാധിക്കും. കാരണം നമുക്കറിയാം ഇന്ന് മിക്ക കുട്ടികളുടെയും പരാതിയാണ് പോർഷൻസ് അല്ലെങ്കിൽ വീഡിയോ ക്ലാസ് ലെങ്തി ആയി മാറുന്നു. കാരണം ലെങ്ത് ക്ലാസ് ആർക്കും ഇഷ്ടമല്ല. എല്ലാവർക്കും ഷോർട്സും റീൽസും ഒക്കെ കാണാനാണ് താല്പര്യം. ഈ ലെങ്ത് ക്ലാസ് ഇടുന്നതിന്റെ കാരണം എന്താണ്? ആ ലെങ്ത് ക്ലാസ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാനുള്ള കണ്ടന്റ് ഉള്ളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ ലെങ്ത് ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സുകൾ കാണാതിരിക്കുമ്പോൾ അതിൽ ഒന്നും തന്നെ നിങ്ങൾ ആദ്യം കാണും, അവസാനം കാണും. അങ്ങനെയല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഒരു തുടർച്ചയായിട്ട് നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് ചെയ്തോ. നിങ്ങൾ അതിന്റെ ഇടയിൽ കൂടെ ക്ലാസ് കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുന്ദരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എക്സാം എഴുതാൻ പറ്റും. അവസാനം കൊണ്ടുപോയിട്ട് എല്ലാ ക്ലാസ്സും കൂടെ കാണാൻ നിന്ന നടക്കുന്ന കാര്യമല്ല. ഇപ്പൊ തന്നെ അപ്ലോഡ് ചെയ്ത് 8 ക്ലാസ് 7 ക്ലാസ് ഒക്കെ നമ്മൾ ആയിട്ടുണ്ട്. BHSC 107-ലായാലും 101-ലായാലും. അപ്പൊ അവസാനമാകുമ്പോൾ നിങ്ങൾക്കൊരു പിടച്ചിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. നന്നായിട്ട് പഠിക്കുക. സിമ്പിൾ ആയിട്ടുള്ള നോട്ടാണ് തരുന്നത്, മലയാളത്തിലാണ് തരുന്നത്, അതുപോലെ ഇംഗ്ലീഷിലും പറയുന്നുണ്ട്. ചെയ്യാനുള്ളത് ഇത്രയും മാത്രം. അതിനെ എടുത്തു വെച്ചിട്ട് വായിച്ചു പഠിക്കുക. അത് കഴിഞ്ഞില്ല എങ്കിൽ എഴുതി പഠിക്കുക. അല്ലെങ്കിൽ ഒന്ന് നിങ്ങളുടേതായ രീതിയിൽ എന്ത് ചെയ്യുക? പഠിച്ചു നോക്കുക. ഉറക്കെ പറഞ്ഞ് പഠിക്കാം, ചെറുതായിട്ട് ശബ്ദത്തിൽ പഠിക്കാം. എന്ത് വേണോ അതെല്ലാം നിങ്ങളുടെ ആ ഒരു എന്തായിട്ട് മാറും? നിങ്ങളുടെ കഴിവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് അതൊക്കെ വരുന്നത്. എന്തായാലും നമുക്ക് പഠിച്ച് ജോലി മേടിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് എഫോർട്ട് എടുത്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതിൽ നിന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ചത് എന്താണ്?
ഇവിടെ പറഞ്ഞത് എന്താണ്? വിജയനഗര സമ്പ്രദായം റിച്വൽ കിങ്ഷിപ്പ് ആണ് അല്ലെ? കിങ്ഷിപ്പ്, രാജകീയ ആ ഒരു ബന്ധുത്വത്തെ കുറിച്ചാണ് പഠിച്ചത്. മഹാനവമി ഉത്സവമാണ്. മഹാനവമി ഉത്സവം എന്ന് പറയുമ്പോൾ എന്താണ്? സെപ്റ്റംബർ 15-നും അതുപോലെ തന്നെ ഒക്ടോബറിന് ഇടയിലാണ് നടക്കുന്നത്. മഹാനവമി അത് എന്താ പറഞ്ഞ വാർഷികത്തിൽ നടക്കുന്ന ഒരു ചടങ്ങായിട്ടാണ് ഇത് മാറുന്നത്. ഉത്സവത്തിന്റെ എന്താണ് ആചാരപരമായ ചടങ്ങുകൾ എങ്ങനെയാണ്? പ്രധാനമായിട്ട് ആരാണ് അധ്യക്ഷത വഹിച്ചത്? രാജാവ് തന്നെയാണ് അധ്യക്ഷത വഹിച്ചത്. ആര് തന്നെയാണ് അധ്യക്ഷത വഹിച്ചത്? രാജാവ് തന്നെയാണ്. പിന്നെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് പൊളിറ്റിക്കൽ റോൾ ഓഫ് ദ ബ്രാഹ്മിൻസ്. ബ്രാഹ്മിൻസിന്റെ പൊളിറ്റിക്കൽ റോൾ എങ്ങനെയായിരുന്നു എന്നാണ്. രാജാവിന്റെ പൊളിറ്റിക്കൽ റോൾസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ബ്രാഹ്മിൻസിന്റെ പൊളിറ്റിക്കൽ റോൾ എങ്ങനെയാണ്? എന്താണ്? വിജയനഗരത്തിന്റെ പ്രധാന സവിശേഷതയാണ് ആചാരപരമായ നേതാക്കളെക്കാൾ ബ്രാഹ്മണ രാഷ്ട്രീയ മതേതര വ്യക്തികളുടെ പ്രാധാന്യമാണ്. ഇത് ഇവിടെ പറയുന്നത് എന്താണ്? ആചാരപരമായ നേതാക്കളെക്കാൾ, ഇവിടെ ഉണ്ടായിരുന്ന നേതാക്കളെക്കാൾ ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്ന ആർക്കാണ്? ബ്രാഹ്മിൻസിനാണ്. ബ്രാഹ്മണർക്കാണ് പ്രാധാന്യം കൊടുത്തത്, അല്ലെങ്കിൽ ബ്രാഹ്മണർക്കാണ് ഏറ്റവും എന്ത് കൊടുത്തത്? പ്രയോറിറ്റി കൊടുത്തത്. ഇവിടെ പറയുന്നുണ്ട് ദുർഗാധന്നാലികൾ. ദുർഗാധന്നാലികളുടെ അർത്ഥം എന്താണ്? കോട്ടകളുടെ ചുമതല ഉള്ളവർ. കോട്ടകളുടെ ചുമതല ഉള്ളവരെയാണ് എന്ത് വിളിക്കുന്നത്? ദുർഗാധന്നാലികൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു വേർഡാണ് അത്, ആ ലാംഗ്വേജിലുള്ള വേർഡ് അങ്ങനെ തന്നെ പഠിക്കുക. ദുർഗാധന്നാലികൾ എന്ന് പറയുമ്പോൾ എന്താണ്? കോട്ടകളുടെ ചുമതല ഉള്ളവരെയാണ് എന്ത് വിളിക്കുന്നത്? ദുർഗാ തെന്നാലികൾ അല്ലെങ്കിൽ ധന്നാലികൾ എന്ന് വിളിക്കുന്നത്. ഈ കാലയളവില് എങ്ങനെയുള്ളവരായിരുന്നു? വിദ്യാസമ്പന്നരായ ബ്രാഹ്മണരും അവരിൽ ഭൂരിഭാഗം പേരും അഡ്മിനിസ്ട്രേറ്റർമാരായും അക്കൗണ്ടന്റുമാരായും സർക്കാർ ജീവനക്കാരാകാനും എന്ത് ചെയ്തു? ആഗ്രഹിച്ചു. നമുക്കറിയാം ഇപ്പോ തന്നെ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയിട്ട് കടിപിടി കൂടുന്നവരാണ് കൂടുതൽ അല്ലെ? എസ്പെഷ്യലി എന്താണ് നമ്മുടെ ജോലിയുടെ കുറവ് മൂലം എല്ലാവരും PSCയിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കടന്നിട്ടുണ്ട്. മിക്ക ഭൂരിഭാഗം പേര് എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? നന്നായിട്ട് പഠിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് എന്ത് കിട്ടാൻ വേണ്ടിയിട്ട്? ഒരു ജോലി കിട്ടാൻ വേണ്ടി. വിദ്യാസമ്പന്നരാണ് അല്ലെ? വിദ്യാസമ്പന്നരായ ബ്രാഹ്മണരിൽ എന്താണ്? ഭൂരിഭാഗവും എന്തായിട്ട് മാറുന്നു? അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടും അക്കൗണ്ടന്റ്മാരായിട്ടും ഒക്കെ എന്താണ്? സർക്കാർ ജീവനക്കാരാവാനാണ് ആഗ്രഹിച്ചത്. സർക്കാർ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ കാരണം എന്താണ്? അതെ, പെൻഷൻ, അതുപോലെ ലീവ്, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലോട്ട് ഇറങ്ങിയാലും ഫാമിലിയിലോട്ട് ഇറങ്ങിയാലും നമുക്കൊരു പൊസിഷൻ, സ്റ്റാറ്റസ്, ഓക്കെ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയും എങ്ങനെയാണ്? എന്താ സംഭവിച്ചത്? വിദ്യാഭ്യാസമുള്ളവരെല്ലാം എങ്ങനെയാണ്? വിദ്യാസമ്പന്നരായ എല്ലാവരും എന്തായി മാറുന്നു? അഡ്മിനിസ്ട്രേറ്റർമാരായും അക്കൗണ്ടന്റ്മാരായിട്ടും എന്ത് ചെയ്തു? സർക്കാർ ജീവനക്കാരാവാനായിട്ട് ആഗ്രഹിച്ചു. ഇതവർക്ക് നല്ല തൊഴിൽ സാധ്യതകൾ എന്ത് ചെയ്തു? വാഗ്ദാനം ചെയ്തു. അപ്പൊ ഇങ്ങനെ ആകുമ്പോൾ അറിയാലോ, നല്ല പോലെ എന്ത് കിട്ടുന്നു? തൊഴിൽ. നല്ലപോലെ പഠിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ജോലി കിട്ടും അല്ലെ? നല്ലൊരു എന്ത് കിട്ടും? നമുക്കൊരു ജോലി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഇവർക്ക് എന്താ സംഭവിച്ചത്? നല്ലപോലെ എന്താണ്? തൊഴിൽ സാധ്യതകൾ വാഗ്ദാനം ചെയ്യുകയും അതുപോലെ തന്നെ ഇമ്പീരിയൽ സെക്രട്ടേറിയറ്റ് പൂർണ്ണമായും ബ്രാഹ്മണരായിരുന്നു. ഒരു രാജ്യത്തിന്റെ മുഴുവൻ ഉദ്യോഗസ്ഥരെടുത്താലും അതിലൊരു 3/4% ആൾക്കാർ ഏത് കാറ്റഗറിയിൽ ഉണ്ടായിരുന്നവരാണ്? ബ്രാഹ്മണ മതത്തിൽപ്പെട്ടവരായിരുന്നു. മനസ്സിലായോ? അതറിയാലോ നിങ്ങൾക്ക്. പണ്ട് തൊട്ടേ എന്താണ് താഴ്ന്ന ജാതിക്കാർക്ക് ഇല്ല, ഉയർന്ന ജാതിക്കാർക്കാണ് എന്ത് കൊടുത്തിരുന്നത്? പ്രാധാന്യം കൊടുത്തിരുന്നത്. മനസ്സിലായോ? ഇവിടെ എങ്ങനെയാണ്? ഇവിടെ എന്താ പറഞ്ഞത്? നമ്മള് ബ്രാഹ്മണരായിരുന്നു എന്ത്? സെക്രട്ടേറിയറ്റ് പൊസിഷൻസ് ഒക്കെ വഹിച്ചിരുന്നത് ആരാണ്? ബ്രാഹ്മണരായിരുന്നു. സെക്രട്ടേറിയറ്റ് പൊസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഭരണപരമായ അക്കൗണ്ടന്റ് പരമായ കാര്യങ്ങളെല്ലാം എന്തു ചെയ്തു? നടപ്പിലാക്കിയിരുന്നത് ആരായിരുന്നു? ബ്രാഹ്മണരായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ബ്രാഹ്മണരായിരുന്നു അക്കൗണ്ട് പരവും അതുപോലെ സെക്രട്ടേറിയറ്റ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിരുന്നത്? തൊഴിൽ സാധ്യതകളെല്ലാം നടത്തിയിരുന്നത് ബ്രാഹ്മണരായിരുന്നു. ഈ ബ്രാഹ്മണർ മറ്റു ബ്രാഹ്മണരിൽ നിന്ന് എന്തായി മാറി? വ്യത്യസ്തരായിരുന്നു അല്ലെ? ഇവർ ഒരു കാറ്റഗറിയിൽ പെട്ടവരാണെങ്കിൽ പോലും ഇവർ എങ്ങനെയായിരുന്നു? വ്യത്യസ്തരായിരുന്നു. കാരണം അവർ തെലുങ്ക് നിയോഗികൾ എന്ന ഉപജാതിയിൽപ്പെട്ടവരായിരുന്നു. അവർ എങ്ങനെയുള്ളവരായിരുന്നു? തെലുങ്ക് ജാതി എന്ന് പറയുന്ന ഒരു ഉപജാതിയിൽപ്പെട്ടവർ ആയിരുന്നു. അപ്പൊ നമുക്കറിയാം മുസ്ലിംസിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്, ക്രിസ്ത്യൻസിൽ പല വിഭാഗങ്ങളുണ്ട്, പ്രൊട്ടസ്റ്റൻസ്, കത്തോലിക്ക്, അങ്ങനെ സിറിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വിഭാഗക്കാരുണ്ട്. ഹിന്ദുക്കൾക്കും ഉണ്ട് അല്ലെ? കൃഷ്ണൻ ആചരിക്കുന്നവരുണ്ട്, ആഘോഷിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ആരാധിക്കുന്നവരുണ്ട്, ശിവഭഗവാനെ ആരാധിക്കുന്നവരുണ്ട്. അപ്പൊ പലയിടത്തും എന്താണ്? പല പല രീതികളിലാണ് അവരുടെ ആരാധന രീതികളെല്ലാം നടന്നു പോകുന്നത്. ഇവിടെ എങ്ങനെയാണ്? ഈ ബ്രാഹ്മണർ മറ്റു ബ്രാഹ്മണരിൽ നിന്ന് എങ്ങനെയായിരുന്നു? വ്യത്യസ്തരായിരുന്നു. അവർ തെലുങ്ക് നിയോഗികൾ എന്ന ഉപജാതിയിൽപ്പെട്ടവരായിരുന്നു. അവർ എങ്ങനെയുള്ളവരായിരുന്നു? ഒരു തെലുങ്കിലുള്ള ഒരു ഉപജാതിയിൽപ്പെട്ടവർ ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? മതപരമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ അവർ വളരെ യാഥാസ്ഥിക അല്ലായിരുന്നു. അപ്പൊ മതപരമായി സ്ട്രിക്ട്ലി ആയിട്ടുള്ള രീതികളിലൊന്നും എന്ത് കീപ്പ് ചെയ്തു പോയില്ല? ആചാരാനുഷ്ഠാനങ്ങൾ, അതായത് മതപരമായ ചടങ്ങുകളൊന്നും കീപ്പ് ചെയ്തു പോയില്ല. അതിലെല്ലാം അവർ കുറച്ച് റെസ്ട്രിക്ഷൻ ഇട്ട് തന്നെയാണ് എന്ത് ചെയ്തത്? പെരുമാറിക്കൊണ്ടേ ഇരുന്നത്. നിയമസാധ്യതയുള്ളവരെ അവർ പ്രവർത്തിച്ചു. നിയമസാധ്യത അതായത് വെറുതെ ഒരു ജാതിയുടെ പേരിലോ അല്ലെങ്കിൽ വർഗത്തിന്റെ പേരിലോ കിടന്ന് ഭിന്നിപ്പുണ്ടാക്കാതെ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിയമസാധ്യതയായിട്ട് ഇവർ എന്ത് ചെയ്തു? പ്രവർത്തിക്കുകയാണ് ഉണ്ടായിരുന്നത്. ബ്രാഹ്മണ വിദ്യാരണ്യനും
അതുപോലെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും സംഗമ സഹോദരന്മാരുടെ മന്ത്രിമാരായിരുന്നു. അവർ തങ്ങളുടെ ഭരണത്തിന് നിയമസാധുത നൽകി. അപ്പൊ ഇവർ ചെയ്യുന്ന ബ്രാഹ്മണരിലുണ്ടായിരുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. അവരെല്ലാം എങ്ങനെയായിരുന്നു? രാജാവിന്റെ ഭരണത്തെ എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിക്കും, അതിന് കൂടെ തോളോട് തോൾ നിന്ന് എന്ത് ചെയ്തു? പ്രവർത്തിക്കുകയും ചെയ്തു. വിജയനഗര സൈന്യത്തിൽ സൈനിക മേധാവികൾ എന്ന നിലയിൽ ബ്രാഹ്മണർ ഒരു പ്രധാന പങ്ക് തന്നെ വഹിച്ചു. എല്ലാ മേഖലകളിലും ആർക്കാണ് പ്രാധാന്യം ഉണ്ടായിരുന്നത്? നമുക്കറിയാം, നമ്മൾ സോഷ്യൽ സ്ട്രാറ്റ ചെയ്യുമ്പോൾ ബ്രാഹ്മണർ, പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ഷത്രിയർ, അത് കഴിഞ്ഞിട്ട് വൈശ്യർ, അത് കഴിഞ്ഞിട്ട് ശൂദ്രർ, അല്ലെ? ഇങ്ങനെയാണ് വരുന്നത്. എന്തുകൊണ്ട് അങ്ങനെ തന്നെ? ഇവിടെ ബോർഡില്ല, അതുകൊണ്ടാണ് പറയുന്നത്. എങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ വരാൻ കാരണം എന്താണ്? ബ്രാഹ്മണരാണ് സമൂഹത്തിൽ എന്തായിരുന്നു? ഹൈകാസ്റ്റ് എന്ന് അറിയപ്പെട്ടത്. ഹൈകാസ്റ്റ് അല്ലെങ്കിൽ ഉയർന്ന ജാതിയിൽപ്പെട്ടവരെന്ന് അറിയപ്പെട്ടത് ഈ ബ്രാഹ്മണരാണ്. ഇവർ കഴിഞ്ഞിട്ട് അടുത്തുള്ളൂ ആര്? ഇത് പണ്ട് നമ്മൾ പറയും ബ്രഹ്മാവിന്റെ ശരീരഭാഗങ്ങളിൽ നിന്ന് ഉടലെടുത്തതാണ് ബ്രാഹ്മണറും ക്ഷത്രിയരും വൈശ്യർ ശൂദ്രർ. അതുകൊണ്ട് തന്നെയാണ് എന്ത് പറയുന്നത്? ബ്രാഹ്മണർ എപ്പോഴും എങ്ങനെയാണ്? ഏറ്റവും ഉയർന്ന കാര്യങ്ങൾ ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നവരാണ് എന്ത്? ബ്രാഹ്മണർ. ക്ഷത്രിയർ എന്ന് പറയുമ്പോൾ ആരാണ്? ബ്രാഹ്മണർക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നവരെയാണ് എന്ത് വിളിച്ചത്? ക്ഷത്രിയർ. അടുത്ത ഇവർ രണ്ടുപേർക്കും സാധന സേവനങ്ങൾ കൊണ്ടെത്തിക്കുന്ന വ്യക്തിയാണ് ആര്? വൈശ്യർ, അല്ലെ? വൈശ്യർ അത് ബ്രഹ്മാവിന്റെ തുടയിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്നൊക്കെയാണ് ശാസ്ത്രം പോലെ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും നടപ്പല്ലേ അവർക്ക്. വൈശ്യർ എന്ന് പറയുമ്പോൾ കച്ചവടക്കാരാണ്, ട്രേഡിന് വേണ്ടിയിട്ട് പ്രാധാന്യം. ഇനി ശൂദ്രർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റിലെ ലീസ്റ്റ് കാറ്റഗറിയിൽപ്പെട്ടവരായിരുന്നു. ഈ ശൂദ്രരുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? ഈ 3 വിഭാഗക്കാരെയും എന്ത് ചെയ്യുക? സേവിക്കുക, സർവീസ് ചെയ്യുന്ന ഡ്യൂട്ടി ആർക്കാണ്? ഈ ശൂദ്രർക്കാണ്. മനസ്സിലായോ? 3 വിഭാഗക്കാരെ എന്ത് ചെയ്യുക? സർവീസ് ചെയ്യുക. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക? അപ്പാടെ എന്ത് ചെയ്യുക? കേൾക്കുക. കേട്ടില്ല എങ്കിൽ എന്ത് കിട്ടുക? പണിഷ്മെന്റ് വാങ്ങി കിട്ടുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മേഖലയിലൂടെയാണ് എന്ത് പോയത്? നമ്മുടെ കൺട്രി പോയത്. അപ്പൊ ഇവിടെ അതാ പറഞ്ഞത്. എന്താണ് ഇവിടെ പറയുന്നത്? വിജയനഗര സാമ്രാജ്യത്തിൽ സൈനിക മേധാവികൾ പ്രധാന പങ്ക് വഹിച്ചു. ബ്രാഹ്മണർ ഒരു പ്രധാന പങ്ക് തന്നെ വഹിച്ചു. ഇവിടെ പറയുന്നുണ്ട് എന്താണ്? തിരികെ അവർ തങ്ങളുടെ ഭരണം നിയമസാധുത നൽകി. ഹിന്ദു മതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തിരികെ സ്വീകരിച്ചുകൊണ്ട് അവർ തങ്ങളുടെ ഭരണത്തിന് നിയമസാധുത നൽകുകയുണ്ടായി. വിജയനഗര സൈനിക മേധാവികൾ എന്ന നിലയിൽ ബ്രാഹ്മണർ ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഉദാഹരണത്തിന് എന്താണ്? കൃഷ്ണദേവരായ ബ്രാഹ്മണൻ കീഴിൽ തിന്മ രാഷ്ട്രീയ വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകമായിരുന്നു. അദ്ദേഹത്തിന് സാമ്പത്തിക പിന്തുണ ലഭിച്ചു. അപ്പൊ ഇത് അഴിമതി അല്ലെങ്കിൽ എന്താണ് അനിഷ്ടപരമായ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ഇദ്ദേഹത്തിന്റെ ഭരണത്തിൽ എന്ത് ചെയ്തില്ല? കഴിഞ്ഞില്ല. സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോട്ട നിർമ്മിക്കേണ്ട, എല്ലായിടവും കോട്ട നിർമ്മിക്കുന്നത് എന്തിനാണ്? വൈദേശിക ആക്രമണങ്ങൾ തടയുന്നതിന്, മറ്റ് ശക്തികൾ നമ്മുടെ രാജ്യത്തെ എന്ത് ചെയ്യാതിരിക്കാനാണ്? ആക്രമിക്കാതിരിക്കാനായിട്ട് എന്ത് ചെയ്തു? കോട്ടകൾ നിർമ്മിക്കുകയും അവർക്ക് ചില കിരീട സാമ്രാജ്യങ്ങളായ അല്ലെ നഗരങ്ങളായ ദണ്ഡാരവാദയുടെ വരുമാനം നൽകുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നവർക്ക് എന്ത് കൊടുത്തു? ഇൻകം കൊടുത്തു, അല്ലെ? ഇവിടെ പറഞ്ഞു കോട്ട നിർമ്മിച്ചവർക്കൊക്കെ അവരുടെ സാലറി കൊടുക്കണ്ടേ? അപ്പൊ കോട്ട നിർമ്മിക്കുകയും അവരുടെ കിരീടധാരണങ്ങളായ ചില കിരീട ഗ്രാമങ്ങളിൽ ദണ്ഡാരവാദയുടെ വരുമാനവും നൽകുകയുണ്ടായി. തമ്മിൽ എന്ത് ചെയ്തു? സ്നേഹത്തിലും അതുപോലെ തന്നെ എങ്ങനെയാണ് സൈനിക മേധാവികൾ ചുമതല കൊടുത്തും പ്രവർത്തിക്കുകയുണ്ടായി. മനസ്സിലായോ? അപ്പൊ ഇവിടെ ബ്രാഹ്മൺസിന്റെ റോൾസ് ആണ് പറയുന്നത്. എങ്ങനെയാണ് ബ്രാഹ്മൺസിന്റെ റോൾസ് എന്ന് പറയുന്നത്? വിജയനഗര സാമ്രാജ്യത്തില് പ്രധാന സവിശേഷതയായിരുന്നു മതപരമായ ചടങ്ങിനേക്കാളും ആചാരപരമായ ചടങ്ങിനേക്കാളും എങ്ങനെയായിരുന്നു? ബ്രാഹ്മണ രാഷ്ട്രത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. നമുക്കറിയാലോ ബ്രാഹ്മണർക്കാണ് സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന മേഖല ആയിരുന്നു. ഇപ്പോഴല്ല, ഒരു പരിധി വരെ എന്ത് തന്നെയായിരുന്നു? നമുക്ക് ബ്രാഹ്മണർക്കാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തിരുന്നത്. ഓക്കെ, ബ്രാഹ്മണർക്കായിരുന്നു പ്രാധാന്യം. വിജയനഗര സാമ്രാജ്യത്തിന്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് തന്നെ എന്തായിരുന്നു? ബ്രാഹ്മണരായിരുന്നു. അവരുടെ രീതി അനുസരിച്ചാണ് എന്ത് പോയിക്കൊണ്ടിരുന്നത്? രാജഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കോട്ടകളുടെ ചുമതലയുള്ളവരൊക്കെ ഈ കാലയളവിൽ എന്ത് ചെയ്തു? വിദ്യാസമ്പന്നരായ ബ്രാഹ്മണരിൽ നിന്ന് ഭൂരിഭാഗവും അഡ്മിനിസ്ട്രേറ്റർ, കാരണം ഇവരുടെ കാറ്റഗറിപ്പെട്ടവരായിരുന്നു എന്ത് ചെയ്തു? ഭരണത്തെ നയിച്ചു കൊണ്ടിരുന്നത്. സെക്രട്ടേറിയറ്റിലായാലും അഡ്മിനിസ്ട്രേറ്റീവിലായാലും അക്കൗണ്ടന്റിലായാലും ഒക്കെ പ്രാധാന്യം വഹിച്ചിരുന്ന ആര് തന്നെയാണ്? ഇവർ തന്നെയായിരുന്നു. ഇമ്പീരിയൽ സെക്രട്ടേറിയറ്റ് പൂർണ്ണമായിട്ടും, സെക്രട്ടേറിയറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ അക്കൗണ്ട്സും കാര്യങ്ങളും വരുന്ന ഇടമാണ്. ഇതെല്ലാം ആരുടെ കീഴിലായിരുന്നു? ബ്രാഹ്മണരുടെ കീഴിൽ ആയിരുന്നു. പിന്നെ എന്താ പറഞ്ഞ ഈ ബ്രാഹ്മണർ എന്താ ചെയ്തത്? ഇവർ ഒരു നിയോഗികളായിരുന്നു, അല്ലെ? അവർ രാജാവിന്റെ എന്തായി മാറുന്നു? ഒരു നിയോഗം പോലെ, അല്ലെ? ഒരു നിയോഗികളായിട്ട് എന്ത് ചെയ്തു? മാറുകയാണ്. പിന്നെ ഇവർ ഉപജാതിയിൽപ്പെട്ടവരായിരുന്നു, അല്ലെ? തെലുങ്ക് കാറ്റഗറിയിൽപ്പെട്ട ഒരു ഉപജാതിയിൽപ്പെട്ടവരായിരുന്നു. പിന്നെ മതപരമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ എങ്ങനെയാണ്? വളരെ യാഥാസ്ഥിതികരായിരുന്നു, അല്ലെ? യാഥാസ്ഥിതികരല്ലായിരുന്നു, അല്ലെ? മതപരമായ ചടങ്ങുകൾ നിയമസാധുതയുള്ളവരായി അവർ പ്രവർത്തിച്ചു. അതായത് അവർ ഏത് ചെയ്താലും എന്താണ് അനാചാരങ്ങളിലും അതുപോലെ തന്നെ ഒരുപാട് ഈ മിത്തിലൊന്നും അവർ അന്ധവിശ്വാസങ്ങളിലൊന്നും വിശ്വസിച്ചില്ല. എല്ലാത്തിലും ഒരു നിയമസാധുത എന്ത് ചെയ്തു? കൊണ്ട് കീപ്പ് ചെയ്തു പോയ വ്യക്തികളായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അടുത്തെന്താ പറയുന്നത്? അദ്ദേഹത്തിന്റെ എന്താണ് ബന്ധുക്കളും സംഗമ സഹോദരന്മാരുടെ മന്ത്രിമാരായിരുന്നു. അവരെ ഹിന്ദു മതത്തിലേക്ക് തിരികെ സ്വീകരിച്ചു. അവർ തങ്ങളുടെ ഭരണത്തിന് നിയമ
സാധുത നൽകി. ഭരണത്തിന് എന്ത് സാധുതയാണ് നൽകിയത്? നിയമ സാധുത നൽകി. വിജയനഗര സൈന്യത്തിൽ സൈനിക മേധാവികൾ എന്ന നിലയിൽ ബ്രാഹ്മണർ ഒരു പ്രധാന പങ്ക് വഹിച്ചു. ബ്രാഹ്മണർ എങ്ങനെയാണ് ഒരു പ്രധാന പങ്ക് വഹിച്ചു? അതായത് ഉദാഹരണം കൃഷ്ണദേവരായരുടെ കീഴിൽ എന്താ തിന്മ രാഷ്ട്രീയ വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകമായിരുന്നതിനാൽ അദ്ദേഹത്തിന് സാമ്പത്തിക പിന്തുണ ലഭിച്ചു. പിന്നെന്താണ് അദ്ദേഹത്തിന് എന്താണ് സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്ത് ചെയ്തു? കോട്ട നിർമ്മിക്കുകയും ചെയ്തു. അവർക്ക് ചില കിരീട ഗ്രാമങ്ങളായ ദണ്ഡാർവാദ, ഈ പേരുകളെല്ലാം വലിയ പേരുകളെന്ന് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ദണ്ഡാർവാദയുടെ വരുമാനം നൽകി കിരീട ഗ്രാമങ്ങളിലെ അമരം ഗ്രാമങ്ങളും തമ്മിൽ എന്ത് ചെയ്തു? സൈനിക ചുമതലയൊക്കെ നൽകി. അതൊന്നും ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, ഇതാണ് ഇവരുടെ പൊളിറ്റിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റോൾ ഓഫ് ബ്രാഹ്മിൻസിനെ കുറിച്ച്. കാരണം രാജ്യത്തില് ഭരണാധികാരി ഉണ്ടെങ്കിലും ഒരു പരിധി വരെ പ്രാധാന്യം ആർക്ക് തന്നെയായിരുന്നു? ആർക്കായിരുന്നു? ബ്രാഹ്മണർക്ക് ആയിരുന്നു. ഓക്കെ, ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താണ്? അമരൻ. അമരൻ എന്ന് പറയുമ്പോൾ എന്താണ്? വില്ലേജ് അസൈൻ ടു ദ എന്താണ് കൺട്രി. അപ്പൊ ഇവിടെ പറഞ്ഞുകൊണ്ട് വില്ലേജ് എന്താണ്? പ്രാദേശിക സൈന്യത്തിന്റെ എന്തായിരുന്നു? ലോക്കൽ മിലിറ്ററി ചീഫിനെയാണ് എന്ത് വിളിച്ചത്? അമരൻ എന്ന് വിളിച്ചത്. വില്ലേജ് അസൈൻ ടു ദ ലോക്കൽ മിലിറ്ററി ചീഫ്. ലോക്കൽ മിലിറ്ററി ചീഫിനെയാണ് എന്ത് വിളിച്ചത്? അമരം എന്ന് വിളിച്ചത്. ഇനി ഭണ്ഡാരവധ. ഭണ്ഡാരവധ എന്ന് പറയുമ്പോൾ എന്താണ്? ക്രൗൺ വില്ലേജ്. ക്രൗൺ വില്ലേജ് എന്ന് പറയുമ്പോൾ കിരീട ഗ്രാമത്തെയാണ് എന്ത് വിളിച്ചത്? ഭണ്ഡാരവധ എന്ന് വിളിച്ചത്. അടുത്ത് ദോബ്. ദോബ് എന്ന് പറയുന്നത് എന്താണ്? ലാൻഡ് ബിറ്റ്വീൻ ദ ടു റിവേഴ്സ്. രണ്ട് നദികളാണല്ലോ അല്ലെ? ഇതിപ്പോ രണ്ട് നദികളാണെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള പ്രദേശത്തെ എന്ത് വിളിച്ചു? ദോബ് എന്ന് വിളിച്ചു. DOAB, ദോബ് എന്ന് വിളിച്ചു. ഇപ്പൊ ദോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാൻഡ് ബിറ്റ്വീൻ ദ ടു റിവേഴ്സ്. ലാൻഡ് ബിറ്റ്വീൻ ദ ടു റിവേഴ്സ്. അടുത്ത് ദുർഗ ധനാലി. നേരത്തെ പറഞ്ഞു അല്ലെ? ദുർഗ ധനാലികൾ എന്ന് പറയുന്നത് എന്താണ്? കോട്ടകളുടെ ചാർജ് ഉള്ളവർ, കോട്ടകളുടെ സംരക്ഷകനെയാണ് എന്ത് വിളിച്ചത്? ദുർഗ ധനാലികൾ എന്ന് വിളിച്ചത്. അപ്പൊ കോട്ടകളുടെ സംരക്ഷകനെയാണ് എന്ത് വിളിച്ചത്? ദുർഗ ധനാലികൾ. അടുത്ത നായക്. നായക് എന്ന് പറയുന്നത് ആരാണ്? വേരിയർ ചീഫിനെയാണ് എന്ത് വിളിച്ചത്? നായക് എന്ന് വിളിച്ചത്. വേരിയർ ചീഫിനെയാണ് എന്ത് വിളിച്ചത്? നായക് എന്ന് വിളിച്ചത്. യോദ്ധാവ് അല്ലെങ്കിൽ മേധാവിയാണ് എന്ത് വിളിച്ചത്? നായക് എന്ന് വിളിച്ചത്. സാമറിൻ. സാമറിൻ എന്ന് പറയുമ്പോൾ എന്താണ്? റൂളേഴ്സ് ഓഫ് കാലിക്കറ്റ്. റൂളേഴ്സ് ഓഫ് കാലിക്കറ്റ്. കാലിക്കറ്റിലെ ഭരണാധികാരികളെ വിളിച്ച പേരാണ് എന്ത്? സാമറിൻ. അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ സാമൂതിരി, അതിനെയാണ് എന്ത് വിളിച്ചത്? സാമൂതിരിയാണ് എന്ത് വിളിച്ചത്? സാമറിൻ എന്ന് വിളിച്ചത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ റൂളേഴ്സ് ഓഫ് കാലിക്കറ്റ്. റൂളേഴ്സ് ഓഫ് കാലിക്കറ്റിനെ എന്ത് വിളിച്ചു? സാമറിൻ എന്ന് വിളിച്ചു. എന്തെന്ന് വിളിച്ചു? സാമറിൻ. അപ്പൊ എത്ര പുതിയ വേർഡുകളാണ് നമ്മൾ പഠിച്ചത്? ഒരു 6 പുതിയ വേർഡ് പഠിച്ചു. അമരൻ എന്നും ഭണ്ഡാരവധ എന്നും ദോബ്, അതുപോലെ ദുർഗ ധനാലികൾ, നായക്, സാമറിൻ. ഇതിൽ സാമർ എന്ന് പറയുന്നത് എന്താണ്? ചോദിക്കുക നിങ്ങളോട്. റൂളേഴ്സ് ഓഫ് കാലിക്കറ്റ് അല്ലെ? കാലിക്കറ്റ് കോഴിക്കോടിലെ സാമൂതിരിയാണ് എന്ത് വിളിച്ചത്? സാമറിൻ എന്ന് വിളിച്ചത്. അടുത്ത് എന്താണ് പറയുന്നത്? നായക്. നായക് എന്ന് പറയുന്നത് എന്താണ്? വേരിയർ ചീഫിനെയാണ് അല്ലെങ്കിൽ യോദ്ധാവ് അല്ലെങ്കിൽ മേധാവി. യോദ്ധാവ് അല്ലെങ്കിൽ മേധാവിയാണെന്ന് വിളിച്ചത്. വേരിയർ ചീഫ് എന്ന് വിളിച്ചത്. ദുർഗ ധനാലികൾ എന്ന് പറയുമ്പോൾ എന്താണ്? ചാർജ് ഓഫ് ഫോർട്സ്. കോട്ടകളുടെ എന്താണ്? കോട്ടകളുടെ ചുമതലയുള്ള വ്യക്തികളെയാണ് എന്ത് വിളിച്ചത്? നമ്മുടെ ദുർഗ ധനാലികൾ എന്ന് വിളിച്ചത്. ദോബ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ദോബ് ഇവിടെ പറയും ലാൻഡ് ബിറ്റ്വീൻ ദ ടു റിവേഴ്സ്. രണ്ട് നദികളുടെ ഇടയിലുള്ള പ്രദേശത്തെയാണ് എന്ത് വിളിച്ചത്? ദോബ് എന്ന് വിളിച്ചത്. രണ്ട് നദികളുടെ പ്രദേശത്തെയാണ് എന്ത് വിളിച്ചത്? ദോബ്. ഭണ്ഡാരവധ എന്ന് പറയുമ്പോൾ ക്രൗൺ വില്ലേജ് ആണ്. ഭണ്ഡാരവധ എന്ന് പറയുമ്പോൾ എന്താണ്? ക്രൗൺ വില്ലേജ് അല്ലെങ്കിൽ കിരീട ഗ്രാമത്തെയാണ് എന്തെന്ന് വിളിച്ചത്? ക്രൗൺ വില്ലേജ് എന്ന് വിളിച്ചത്. അമരൻ എന്ന് പറയുമ്പോൾ എന്താണ്? വില്ലേജ് അസൈൻ ടു ദ ലോക്കൽ മിലിറ്ററി ചീഫ് അല്ലെ? പ്രാദേശിക സൈന്യത്തിന്റെ നിയോഗിക്കപ്പെട്ട സ്ഥലത്തെയാണ് അല്ലെങ്കിൽ ഗ്രാമത്തെയാണ് എന്ത് വിളിച്ചത്? അമരൻ എന്ന് വിളിച്ചത്. ഇത് വില്ലേജ് അസൈൻഡ്. വില്ലേജ് അസൈൻ ചെയ്യുന്നു എന്തിനെയാണ്? ലോക്കൽ മിലിറ്ററി ചീഫ് അല്ലെ? പ്രാദേശിക സൈനികം, അതിനെയാണ് എന്ത് വിളിച്ചത്? അമരൻ എന്ന് വിളിച്ചത് അല്ലെങ്കിൽ അമരം എന്ന് വിളിച്ചത്. ഇത് ഇത്രയും പുതിയ വേർഡ്സ് ആണ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമ്മള് ഈ ചാപ്റ്ററിൽ നമ്മുടെ പേര് എന്തായിരുന്നു? ചാപ്റ്ററിന്റെ പേര് കൃഷ്ണദേവരായരെ കുറിച്ച് പഠിക്കുന്ന ഒരു പാഠമാണ്. വിജയനഗര എക്സ്പാൻഷൻ ആൻഡ് കൺസോൾട്ടേഷൻ. BHIC 107 BHIC 107 ഏത് പാഠമാണ്? വിജയനഗര എക്സ്പാൻഷൻ ആൻഡ് കൺസോൾട്ടേഷൻ. ഇതിന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? കൃഷ്ണദേവരായരെ കുറിച്ച് പഠിച്ചു, അദ്ദേഹത്തിന്റെ റിച്വൽ കിങ്ഷിപ്പിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് പഠിച്ചു? നമ്മുടെ പൊളിറ്റിക്കൽ റോൾ ഓഫ് ബ്രാഹ്മിൻസിന്റെ പൊളിറ്റിക്കൽ റോൾ. നമുക്കറിയാം സമുദ്രത്തിലെ ആ സമയത്തായാലും ഇംഗ്ലീഷുകാരൊക്കെ ഇവിടെ വന്ന സമയത്ത് നമുക്കറിയാം ബ്രിട്ടീഷുകാർക്ക് ആ സമയത്ത് ആർക്കായിരുന്നു പ്രയോറിറ്റി കൂടുതൽ, പ്രാധാന്യം ഉണ്ടായിരുന്നത്? ബ്രാഹ്മിൻസ് ആണ് അല്ലെ? ബ്രാഹ്മിൻസിന് ഉയർന്ന കാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സപ്രസ്ഡ് ക്ലാസ് അല്ലെങ്കിൽ അപ്രസ്ഡ് ക്ലാസ് എന്നും അതുപോലെ തന്നെ എന്താണ് ഉയർന്ന വ്യക്തികളെന്നും താഴ്ന്ന ജാതിക്കാരെന്നും ഒക്കെ എന്ത് ചെയ്തു? ഒരു ഡിവൈഡ് നമുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് താഴ്ന്ന ജാതിപ്പെട്ടവരെ എന്ത് ചെയ്തു? അടിച്ച് ആക്ഷേപിക്കുകയും അതുപോലെ അടിച്ചമർത്തുന്ന ഒരു ഏർപ്പാടാണ്
ഉയർന്ന ജാതിക്കാർ വരുന്ന സമയത്തും താഴ്ന്ന ജാതിക്കാർ അവിടെ നിലകൊള്ളാനോ നിൽക്കാനോ പാടില്ല. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ഏതിൽ വരുന്നുണ്ട്? നമ്മുടെ ബ്രാഹ്മിൺസിന്റെ കാര്യത്തിൽ. കാരണം അതുകൊണ്ടല്ലേ ഭരണത്തിൽ ആരെ മുന്നിട്ട് കൊടുത്തത്? ബ്രാഹ്മിൺസിനാണ് എന്ത് കൊടുത്തത്? പ്രാധാന്യം കൊടുത്തത്. ബ്രാഹ്മിൺസിന് പ്രാധാന്യം കൊടുക്കാൻ കാരണം എന്താണ്? സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന പൊസിഷനിലൂടെയാണ് അവർ പൊക്കോണ്ടിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ട റിച്വൽ കിങ്ഷിപ്പില് ധർമ്മം കർശനമായി പാലിക്കുക എന്നത് ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ആർക്കാണ് പ്രാധാന്യം കൊടുത്തത്? നമ്മുടെ കൃഷ്ണദേവരായർ ആർക്കാണ് കൊടുത്തത്? നമ്മുടെ ബ്രാഹ്മിൺസിനാണ് എന്ത് കൊടുത്തത്? പ്രാധാന്യം കൊടുത്തത്. മനസ്സിലായോ? ഇതൊരു കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തത് ആർക്കാണ്? ബ്രാഹ്മിൺസിനാണ് പ്രാധാന്യം കൊടുത്തത്. അതുപോലെ തന്നെ എന്താണ് അവരുടെ മഹാനവമി ഉത്സവം എപ്പോഴാണ് ഉണ്ടായിരുന്നത്? 9 ദിവസം നീണ്ടു നിൽക്കുന്ന സെപ്റ്റംബർ 15 മുതൽ അതുപോലെ തന്നെ എന്താണ് ഒക്ടോബർ ഉള്ളില് 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമായിട്ടാണ് അവർ അവരുടെ ഉത്സവത്തെ എന്ത് ചെയ്തത്? കണക്കാക്കിയിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ എന്താണ് പറഞ്ഞത്? കോട്ടകളുടെ ചുമതലയുള്ളവരെ എന്ന് വിളിച്ചു? ദുർഗാ ധന്നാലികൾ എന്ന് വിളിച്ചു. എന്ത് പേരിൽ വിളിച്ചു? ദുർഗാ ധന്നാലികൾ എന്നാണ് വിളിച്ചത്. ഈ കാലയളവിലെ ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായ ബ്രാഹ്മണരെയായിരുന്നു സെക്രട്ടേറിയറ്റിന്റെ അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചിരുന്നത്. ഓക്കെ, സെക്രട്ടേറിയറ്റിന്റെയും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചിരുന്ന ആരെയാണ്? ഇവരുടെ ഈ ഒരു പ്രധാനപ്പെട്ട ബ്രാഹ്മണ വിഭാഗക്കാരെയായിരുന്നു. ക്ലിയർ? പിന്നെ എന്താണ്? പിന്നെ വേറെ എന്തൊക്കെയാ നോക്കിയേ? വിജയനഗര സൈന്യത്തില് സൈനിക മേധാവികൾ എന്ന നിലയിലും എന്ത് ചെയ്തു? ബ്രാഹ്മണർ പ്രാധാന്യം വഹിച്ചു. അതായത് സോൾജേഴ്സ് വിഭാഗത്തിലും എന്ത് ചെയ്തു? അവരുടെ പ്രാധാന്യം അവര് കൊണ്ടുവന്നു. ഓക്കെ, ദണ്ഡാർവാദ എന്ന് പറയുന്നത് നമ്മളിപ്പോ പഠിച്ചു. എന്താണ് ദണ്ഡാർവാദ എന്ന് പറയുന്നത്? ഭണ്ഡാരവാദ എന്നോ അല്ലെ ദണ്ഡാരവാദ ക്രൗൺ വില്ലേജ് കിരീട ഗ്രാമത്തെയാണ് എന്ത് വിളിച്ചത്? ദണ്ഡാരവാദ എന്നും അല്ലെങ്കിൽ എന്താണ് ഭണ്ഡാരവാദ എന്നും അറിയപ്പെടുന്നത്. ഓക്കെ, ഭണ്ഡാരവാദ പുതിയ വേർഡുകളാണ്. ഭണ്ഡാരവാദ, ദുർഗാ ധന്നാലികൾ, അതുപോലെ തന്നെ എന്താണ് സാമറിൻ നായക്, ഇതൊക്കെ. ഓക്കെ, പിന്നെന്താണ് പറഞ്ഞത്? ആദ്യം പഠിച്ചു കൃഷ്ണദേവരായരെ കുറിച്ച് എന്ത് പഠിച്ചു? ബാമിനികളുടെ ശക്തി ക്ഷയിച്ചപ്പോ വിജയനഗരത്തിലെ ഏറ്റവും മഹാനായ ഒരു ഭരണാധികാരിയായിട്ട് വന്ന വ്യക്തിയാണ് ആര്? നമ്മുടെ കൃഷ്ണദേവരായർ. ഓക്കെ, പിന്നെന്താണ് പറഞ്ഞത്? 1510 ആയപ്പോഴേക്കും ഇന്ത്യൻ ജലാശയത്തില് ആര് ശക്തി പ്രാപിച്ചു? നമ്മുടെ പോർച്ചുഗീസുകാർ അല്ലെ? പോർച്ചുഗീസുകാർ പിന്നെ ആരുടെ എന്തായി മാറുന്നു? അവിടെ അതിനുശേഷമാണ് പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ, പോർച്ചുഗീസുകാരാണ് എന്ത് ചെയ്തത്? നമ്മുടെ രാജ്യത്തിന്റെ ഭരണത്തിലും മറ്റു കാര്യങ്ങളെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുകയും അവർ എന്ത് ചെയ്തു? ഗോവ അല്ലെ ഡെക്കാൻ സംസ്ഥാനങ്ങളിലൊക്കെ എന്താണ് കുതിര കച്ചവടത്തിന്റെ കേന്ദ്രമായ സ്ഥലങ്ങളായിരുന്നു. ഇവിടെയൊക്കെ എന്ത് ചെയ്തു? കൃഷ്ണദേവരായർ പോർച്ചുഗീസുകാരെ എന്ത് ചെയ്തു? ബന്ധം പുലർത്തി. എന്തുകൊണ്ടാണ്? അവരുടെ കൈകളിൽ എന്തുണ്ട്? നല്ല എക്യുപ്മെന്റ്സ് ഉണ്ട് അല്ലെ? വെല്ലായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. പിന്നെ അൽബുക്കർക്കിന്റെ അഭ്യർത്ഥന പ്രകാരം എന്ത് ചെയ്തു? കൃഷ്ണദേവരായർ എന്ത് ചെയ്തു? ഒരു കോട്ട പണിയാനായിട്ട്, എവിടെയാണ് കോട്ട പണിതത്? ഫട്കലിൽ എന്ത് ചെയ്തു? ഒരു കോട്ട പണിയാനായിട്ട് സഹായം അഭ്യർത്ഥിക്കുകയും അത് കൊടുക്കുകയും ചെയ്തു. അതിനുള്ള സ്ഥലം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. പിന്നെ പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു? പട്ടാളക്കാരെ ആര് സഹായിച്ചു? പോർച്ചുഗീസ് പട്ടാളക്കാരെ ആര് സഹായിച്ചു? കൃഷ്ണദേവരായരെ എന്ത് ചെയ്തു? സൈന്യത്തില് എന്ത് ചെയ്തു? സഹായിച്ചു. മനസ്സിലാവുന്നുണ്ടോ? സൈന്യത്തില് സഹായിക്കുകയുണ്ടായി. അപ്പൊ ഒരു പരിധി വരെ എന്ത് ചെയ്തു? പോർച്ചുഗീസുകാർ ഏത് അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടായിരുന്നു? കൃഷ്ണദേവരായരുടെ ഈ അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഏത് രാജ്യക്കാരാണ് സഹായിച്ചത്? പോർച്ചുഗീസുകാര് നമ്മുടെ കൃഷ്ണദേവരായരുടെ ഭരണത്തിൽ വളരെയധികം എന്ത് ചെയ്തു? ഇൻഫ്ലുവൻസ് കൊടുക്കുകയുണ്ടായി. അപ്പൊ നമ്മൾ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ചാപ്റ്റർ പേര് മറന്നു പോകണ്ട. കൃഷ്ണദേവരായരായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ചാപ്റ്റർ പേര് അതല്ല. എന്താണ്? വിജയനഗര എക്സ്പാൻഷൻ ആൻഡ് കൺസോളിഡേഷൻ. നന്നായിട്ട് ഒന്ന് എന്ത് ചെയ്യുക? മനസ്സിലിരുത്തി പഠിക്കുക. തന്ന ടെക്സ്റ്റ് ബുക്ക്, കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കില് ചാപ്റ്റർ വൈഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ എന്താണോ നമുക്ക് വേണ്ടത്, എപ്പോഴും ചിന്തിക്കാനുള്ള എനിക്ക് എന്താണ് വേണ്ടത്. ആ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ വലിപ്പം കണ്ടിട്ടോ അതുപോലെ തന്നെ അതിന്റെ ആ ഒരു പേജിന്റെ എണ്ണം കണ്ടിട്ടോ പേടിക്കേണ്ട ആവശ്യമില്ല. എന്താണോ എനിക്ക് വേണ്ടത് അത് മാത്രം അതിനുള്ളിൽ നിന്ന് എടുക്കുക. അതിന്റെ ചെറിയൊരു നോട്ട് തയ്യാറാക്കുക. അല്ലെങ്കിൽ ഈ പറയുമ്പോഴുള്ള നോട്ട് തന്നെ എന്ത് ചെയ്യുക? ലെക്ചർ നോട്ടായിട്ട് എഴുതിയെടുക്കുക. അതിനൊന്ന് എന്ത് ചെയ്യുക? ബ്രീഫായിട്ട് ഒന്ന് അനലൈസ് ചെയ്യുക, പഠിക്കുക. എപ്പോഴും കയ്യിൽ ഒരു സ്വന്തം നോട്ട് സ്വന്തം കൈപ്പടയിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. സ്വന്തം കൈപ്പടയിൽ ഉണ്ടായിരിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ല. ഞാൻ തന്നെ എഴുതി. അപ്പൊ ഒരിക്കൽ എക്സാം ഹാളിൽ പോയിരിക്കുമ്പോൾ ഒരിക്കൽ അത് മറിച്ച് നോക്കിയിട്ട് പോയ ഒരു കുട്ടിയാണെങ്കിൽ ഇത് എന്റെ കയ്യിൽ ഞാൻ എഴുതിയ ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ, അതുകൊണ്ട് എനിക്ക് അതെങ്കിലും എന്ത് ചെയ്യാം? എന്റെ മൈൻഡിൽ കിടക്കും. അതുകൊണ്ട്
നല്ല കുട്ടികളായിട്ട് എപ്പോഴും പറയുന്ന പോലെ നന്നായിട്ടൊന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക, നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്ററും കഴിയുമ്പോഴത്തേനും ഇത് ഞാൻ പഠിച്ചു എന്ന് ഉറപ്പാക്കുക. അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്റർ അവിടെ കിടക്കും, അടുത്തൊരു ചാപ്റ്ററിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അയ്യോ കഴിഞ്ഞ ക്ലാസ്സിലെ ചാപ്റ്റർ കണ്ടില്ല, പിന്നെ ഇതെങ്ങനെ ഞാൻ പഠിക്കും എന്നൊരു ചിന്ത വരും അല്ലെ, സ്വാഭാവികം. അതുകൊണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ചെയ്യാനുള്ളത് ഇത്രയും മാത്രം, നന്നായിട്ടൊന്ന് എന്ത് ചെയ്യുക, മനസ്സിരുത്തി ഒന്ന് വായിച്ചു കഴിഞ്ഞ് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ വേറൊന്നുമില്ല, നന്നായിട്ട് പഠിക്കുക, ലെക്ചർ നോട്ട് എഴുതിയെടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലായിട്ട് എന്ത് ചെയ്യുക, അറിയിക്കുക. അതുപോലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒരാള് സംശയം ചോദിക്കുമ്പോൾ അത് ദൂരീകരിച്ചു കൊടുക്കാനുള്ള ഡ്യൂട്ടി നമുക്കാണ് അല്ലെ. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ ഒന്ന് എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ കമന്റ്സ് ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വേറൊന്നുമില്ല, വീണ്ടും ഒരു പുതിയ ക്ലാസ് വരെ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.